സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയിരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ ഉൾത്തൊടും ഉഷിരുമായി വന്നിവൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ. ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കിടന്നു. വേദന കുറവില്ലെങ്കിൽ പറയണം, നമുക്കപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, കുറവുണ്ട്. ആന്റി ഇവിടെ ഇങ്ങനെ എൻ്റെ അടുത്തിരുന്നാ മതി, വേദന കുറഞ്ഞോളും. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഉറങ്ങിക്കോ. ഞാൻ പോയി BP വിളിച്ചോണ്ട് വരാം, അതിലൂടെ ഇരുന്നോളൂ. അത് വേണ്ട ആന്റി, സാറ് കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. ആന്റി പോയി സാറിനെ വിളിച്ചിട്ട് വരൂ. ശരി, ആതിരയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ. അതെ, ആതിര നമ്മൾ വിചാരിച്ച പോലെ നല്ല കേട്ടോ. ഇന്നത്തെ കറികളെല്ലാം ആതിരയാണ് ഉണ്ടാക്കിയത്, അതും ദാ പറഞ്ഞ നേരം കൊണ്ട്. ഒന്ന് കയറി ഉടനെ താൻ ആ കുട്ടി അടുക്കളപ്പണിക്ക് നിയോഗിച്ചോ? ഗീത, ആ കുട്ടിയെ കൊണ്ട് അടുക്കളപ്പണിയൊന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. ഞാൻ നിർബന്ധിച്ചിട്ട് നല്ല VP. ഞാൻ ജോലി ചെയ്യണ കണ്ടിട്ട് എന്നെ സഹായിക്കാൻ കൂടെ കൂടിയതാ. പക്ഷെ പിന്നെ എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ലെന്ന് മാത്രം. എന്നിട്ട് എവിടെ ആതിര? എവിടെ? ഞാനിവിടെ ഉണ്ട് സർ. എന്താ അവിടെ പതുങ്ങി നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ, ഇരിക്കും. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട സർ, ഞാനും ആന്റി പിന്നെ കഴിക്കാം. നോ 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 നോ, അതൊന്നും പറ്റില്ല. ആതിര ഞങ്ങളെ ഗസ്റ്റാ. ഗീത, മോൾക്കൂടി ഭക്ഷണം വിളമ്പൂ. ഇരിക്കെ. എങ്കിൽ ആന്റി കൂടെ ഇരിക്കും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. അതെ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. നമ്മൾ ഇതിനു മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പിന്നെ പെട്ടെന്ന് എന്താ ഒരു മാറ്റം? ആന്റി ഇരിക്കും, ഞാൻ വിളമ്പാം. ആതിര ഇരിക്കെ. ആതിര ഉണ്ടാക്കിയ കറികളെ കുറിച്ച് VP ഒന്നും പറഞ്ഞില്ലല്ലോ. ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, എല്ലാം നല്ല അസലായിട്ട്. ആ പ്ലേറ്റിംഗ് ഇതാ. ആതിരയുടെ കൈപുണ്യം ഗംഭീര അല്ലടോ? താങ്ക് യു സർ. അതെ, ഈ സാറ് വിളി ഒന്ന് നിർത്തണം. ഇനി മുതൽ ഇയാളെ അങ്കിളെന്ന് വിളിച്ചാൽ മതി. ഓക്കെ അങ്കിൾ. സാറ് വിളിക്ക് എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. മാളവിക എന്നെ VP അങ്കിളെന്നാ വിളിക്കുന്നത്. ഇയാൾ അങ്ങനെ വിളിച്ചാൽ മതി. ആതിര ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ട മട്ടുണ്ടല്ലോ VPക്ക്. ഇനിയിപ്പോ നന്ദൻ തിരിച്ചു വരുമ്പോ പെങ്ങളെ ഒപ്പം വിടാൻ പറ്റില്ലെന്ന് പറയുന്ന എന്റെ പേടി. അങ്ങനെ പറയുന്നത് മോശമല്ലേ? എന്നാലും ആതിരയ്ക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ നിന്നോട്ടെ. മിസ്റ്റർ നന്ദന് ഇടയ്ക്ക് വന്ന് കാണാലോ, അല്ലേ? ആ പിന്നെ നാളെ മുതൽ ആന്റിയെ സഹായിക്കാനെന്ന പേരിൽ അടുക്കള കയറിയൊക്കെ കൂടാന്ന് വിചാരിക്കണ്ട.
ഇവിടെ എൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്. അതിൽ ഒരുപാട് നല്ല ബുക്സും ഉണ്ട്. ആ കൂട്ടത്തിൽ ആതിരയ്ക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് വായിക്കാം. ഓക്കെ അങ്കിൾ. ആതിര വിങ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ APJ അബ്ദുൾ കലാം സാറിൻ്റെ. ഉവ്, ആ ബുക്ക് ചേട്ടന്റെ കളക്ഷനിലുണ്ടായിരുന്നു. ഞാൻ ഒറ്റയടിക്കിരുന്ന് വായിച്ചു തീർത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ യൂസ്ഫുൾ ആയ ഒരുപാട് ബുക്സ് ഉണ്ട് ഇവിടെ. ആതിരയ്ക്ക് ഇഷ്ടമുള്ളെടുത്ത് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എനിക്ക് സാറിന്റെ നോ, കോൾ മീ അങ്കിൾ. സോറി, എനിക്ക് അങ്കിളുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ക്ലാസ് ഞാനിപ്പോൾ കുറേ നാളായി ക്ലാസ് എടുത്തിട്ട്. അല്ല ഗീത? അതെ, VP ഇപ്പൊ ലീവിലല്ലേ, അതുകൊണ്ടാ. എന്തിനാ അങ്കിള് ലീവ് എടുത്തത്? അത് ഓഫീസിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്താന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല. ഫുഡ് മതിയാക്കിയോ? മതി, വിശപ്പില്ല, അതാ. ഞാനങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, അല്ല ആന്റി? VP ഇപ്പൊ ഇങ്ങനെയാ. എപ്പോഴാ വിധം മാറുന്നെന്ന് പറയാൻ പറ്റില്ല. മോളത് കാര്യാക്കണ്ട, കഴിക്കും. എന്താ അമ്മേ, എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞത് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ തന്നെ. ഇവിടുത്തെ സേവനം ഇന്ദിരാമ ഇന്നത്തോടെ മതിയാക്കുക. അതെന്താ പിണങ്ങി ഇറങ്ങാൻ മാത്രം? ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്ന് ഞാൻ ചോദിച്ചത്. അമ്മ അപ്പുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പുവായിട്ടുണ്ടായ പ്രശ്നം ഞാനങ്ങ് പോട്ടേന്ന് വെക്കും. പക്ഷെ അതിന്റെ പേരിൽ ടീച്ചർ എന്നെ അപമാനിക്കാനും അധിക്ഷേപിക്കാനും വന്ന അത് കേട്ടു നിൽക്കാനുള്ള മനഃശക്തിയൊന്നും എനിക്കില്ല മുരളി. അതിന്റെ ആവശ്യവും ഇല്ല. അതിനു വേണ്ടി ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്ന് അമ്മ പറയുന്നേ? വേണ്ട മുരളി, ഇനി അതൊന്നും വിസ്തരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. പാവമല്ലേ, ഒറ്റയ്ക്കൊരു വീട്ടിൽ 10-15 ദിവസം കഴിയണമല്ലോ എന്ന് കരുതി ഞാൻ അവർക്ക് കൂട്ടുവന്നു. അതെന്റെ മനസാക്ഷി. വേണ്ട വേണ്ടാന്ന് നീ അശ്വതി എന്നെ എന്തോരം വിലക്കിയതാ. എന്നിട്ടും കേൾക്കാതെ ചാടി പുറപ്പെട്ടു വന്നത് എനിക്ക് പറ്റിയ അബദ്ധം. എനിക്കിത് തന്നെ കിട്ടണം. തൃപ്തിയായടാ മോനെ, എനിക്ക് സന്തോഷമായി. ഇനി അമ്മയ്ക്കൊന്നും പറയാനില്ല. നീ എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ഇതുപോലൊരബദ്ധം ഇനി ഇന്ദിരാമയ്ക്ക് പറ്റില്ല. അമ്മ കാറിലേക്ക് ഇരിക്കേ, ഞാൻ ടീച്ചറെ ഒന്ന് കണ്ടിട്ട് പോരാം. ഓ, ടീച്ചറെ, മുരളി വന്നത് ഞാൻ കണ്ടു. അങ്ങോട്ട് വന്ന് കാണാത്തത് വെറുതെ ഇന്ദിരാമ്മയുടെ പ്രഷർ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച. എനിക്ക് തോന്നി. എന്ത് ചെയ്യാനാ ടീച്ചറെ, അമ്മയുടെ പ്രകൃതി ഇങ്ങനെ ആയിപ്പോയി. ടീച്ചർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടേ? ഏയ്, അതൊന്നും സാരില്ല മുരളി. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാ ഞാനിവിടെ ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞത്. ഇപ്പൊ സഹായിക്കാൻ വന്നിട്ട് 2 പേർക്കും ബുദ്ധിമുട്ടായി മാറുകയല്ലേ ചെയ്തത്. ഇങ്ങോട്ട് വരാൻ ഞങ്ങളാരും നിർബന്ധിച്ചതല്ലേ ടീച്ചറെ. ടീച്ചർ ഇവിടെ ഒറ്റയ്ക്കല്ലേ, ഒരാളൊപ്പം ഉണ്ടായില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെ നിർബന്ധം പിടിച്ച് ഇങ്ങോട്ട് പോന്നതാ. അതൊക്കെ ഇന്ദിരാമ്മയുടെ നല്ല മനസ്സ് തന്നെയാ. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല മുരളി. പക്ഷേ അപ്പുവിനോട് കാണിച്ചത് കൈവിട്ട ക്രൂരതയായിപ്പോയി. അതുകൊണ്ട് എനിക്കത്രയ്ക്ക് ഹാഷായി പെരുമാറേണ്ടി വന്നു. സോറി, എന്നോടൊന്നും തോന്നരുതേ മുരളി. ടീച്ചർ എന്താ ഈ പറയുന്നത്? ടീച്ചറിനെ പോലൊരാള് ഇത്രയും നിയന്ത്രണം വിട്ട് അമ്മയോട് പെരുമാറണമെങ്കിൽ അമ്മയുടെ ഭാഗത്തുനിന്ന് അത്രയ്ക്ക് പ്രകോപനം ഉണ്ടായി കാണുമെന്ന്
ഞങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ടീച്ചറിനോട് സോറി പറയണേന്ന് പ്രത്യേകം പറഞ്ഞ് അയച്ചിരിക്കുക അശ്വതി. ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാനും ക്ഷമ ചോദിക്കുക. ഐ ആം റിയലി സോറി. എന്താ മുരളി ഇത്? ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? മനസ്സിലെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങുമ്പോ ഇന്ദിരാമ്മയോട് ഞാൻ ക്ഷമ ചോദിച്ചു എന്ന് മുരളി സാവകാശം പറയണം. അതിൻ്റെ ഒന്നും കാര്യമില്ല ടീച്ചറെ. ഇടയ്ക്ക് ഇതുപോലെ 2 ഡോസ് കിട്ടുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. അമ്മ പോകാൻ ധൃതി കൂട്ടുക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അപ്പു റൂമിലുണ്ട്, കിടക്കുക. ഇപ്പൊ പെയിൻ കുറവുണ്ട്. കിടക്കട്ടെ, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നാ ശരി. ആ. അമ്മ ഒന്ന് നിന്നേ. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് മുരളിയേട്ടനെ വിളിച്ചു വരുത്തി അവിടുന്ന് തിരിച്ചു പോരാൻ മാത്രം ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? ഭൂമി കുലുക്കം. എന്താ അറിഞ്ഞത് പോരെ? എടി മോളെ, അടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിലേ അത് മോതിരം ഇട്ടവന്റെ കയ്യിൽ നിന്ന് മതി. അതാ അന്തസ്. അല്ലാതെ എച്ചിക്കൈ കൊണ്ട് കൊള്ളരുത്. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കൊണ്ടത് കൊണ്ടു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാ ഞാനിങ്ങ് പോന്നത്. എനിക്കുണ്ടായ ഭാഗ്യക്കേട് എന്റെ മോക്കും മരുമോനും ഉണ്ടാകാതിരിക്കാൻ അത്രേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കിത് കിട്ടണം. ഇത് തന്നെ കിട്ടണം. അന്യജാതി എന്നുള്ള കൂട്ടരാണെന്ന് പോലും ഓർക്കാതെ ഈ ബന്ധം നടത്തിക്കൊടുക്കാൻ ഞാൻ കൂടെ ആണല്ലോ മുൻകൈ എടുത്തത്. അപ്പൊ എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇങ്ങനെ കടങ്കഥ പറഞ്ഞ് കളിക്കാതെ അമ്മ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറയുന്നുണ്ടോ? ശരിക്കും അവിടെ എന്താ സംഭവിച്ചത്? എന്തിനാ അമ്മ അപ്പുവായിട്ട് വഴക്കിട്ടത്? ഓ, അപ്പൊ എല്ലാം വിസ്തരിച്ചറിഞ്ഞിട്ട് തന്നെ നീ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത് അല്ലേ അശ്വതി? അശ്വതി, ഇനിയിപ്പോ എന്തിനാ ചോദ്യം പറച്ചിലൊക്കെ? അമ്മ ഇങ്ങ് പോകുന്നില്ലേ? ഇനി അതും ഇതും പറഞ്ഞ് പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട. വിട്ടേക്ക്. ആ, ഇതങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മുരളി. അങ്ങനെ വല്ലവരുടെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ട സാഹചര്യമൊന്നും തോട്ടത്തിൽ ഇന്ദിരാമയ്ക്ക് ഉണ്ടായിട്ടില്ല. തോട്ടത്തിൽ ഇന്ദിരാമയോട് ടീച്ചറുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ പോകണ്ടെന്ന് ഞാനും മുരളിയേട്ടനും മാറി മാറി പറഞ്ഞതല്ലേ? എന്നിട്ട് അതൊന്നും കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ചാടിക്കേറി അങ്ങോട്ട് പോയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളോ? ഓ, അങ്ങനെ ആയിരിക്കും ടീച്ചർമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മുരളി, എന്റെ മരുമോനായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-28 കൊല്ലം ആയില്ലേ നീ? ഈ കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വാവിട്ട വാക്ക് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ മോനെ? ഉണ്ടെങ്കിൽ നീ പറ. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാവുന്ന കാര്യമല്ലേ അമ്മ. കണ്ടോടി, ഇതാ തറവാടിത്തം. എനത്തിനെ തിരിച്ചറിയും. നിന്റെ മോളുടെ അമ്മായിയമ്മയ്ക്ക് ആ കുണം ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാ പണിക്കരുടെ കുരുത്തക്കെട്ട സന്തതിയുടെ മൂക്കൊന്ന് വിയർത്തപ്പോ അവരെന്റെ തലയെടുക്കാൻ വന്നത്. ദേ, ഈ ജന്മത്ത് തോട്ടത്തിലെ ഇന്ദിര ആ സ്ത്രീയുമായിട്ട് ഒരു കൂട്ടിനുമില്ല, ഗുണവധികാരത്തിനുമില്ല. ഇന്നത്തോടെ ഞാൻ എല്ലാം അങ്ങ് വെച്ചു മതിയാക്കി. അമ്മ എന്തിനാ അവിടെ പോയി ആരുടെ മുറിയിൽ ആരൊക്കെ കിടക്കണം കിടക്കണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ പോയത്?
മാളുവിന്റെ മുറിയിൽ അപ്പു ഒന്നോ കേറിന്നോ കിടന്നോന്നോ വെച്ച് അവിടെ ഇപ്പൊ എന്ത് സംഭവിക്കാനാ? അഥവാ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ അമ്മയ്ക്കത് സ്നേഹത്തോടെ അപ്പുവിനോട് പറയായിരുന്നില്ലേ? അതിനു പകരം ആ സുഖമില്ലാത്ത കുട്ടി ഉപദ്രവിക്കുകയാണോ വേണ്ടത്? കണ്ടില്ലേ മുരളി, നമ്മളിങ് എത്തുന്നതിന് മുമ്പ് വള്ളി പുള്ളി വിസർഗം വിടാതെ കഥ ഇങ് എത്തിയത് കണ്ടില്ലേ? ഓ, ഞാൻ ആ കുട്ടിയെ ഉപദ്രവിച്ചെന്ന്. ഉപദ്രവിച്ചെങ്കിലേ കണക്കായി പോയി. എന്റെ പേരക്കുട്ടിയുടെ മുറിയിൽ അവളുടെ ഭർത്താവല്ലാതെ ആൺകോലം കെട്ടിയ ഒരുത്തൻ കയറി കുന്തുളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ കിടപ്പുമുറി എന്ന് വെച്ചാലേ അതൊരു സ്വകാര്യ ലോകവാ. അവിടെ അനുവാദമില്ലാതെ അന്യന്മാര് കയറുന്നതേ ദുർലക്ഷണമാ. വിശേഷിച്ചും അതിനെപ്പോലെ അപലക്ഷണം കെട്ട ഒരെണ്ണം. അത് ചോദ്യം ചെയ്ത് ഇത്ര വലിയ തെറ്റായിപ്പോയി പോലും. അമ്മയ്ക്ക് ഈ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാ പോരെ? അയ്യോ, എനിക്കിനി ഒരു വീട്ടിലെ കാര്യം അറിയണ്ടേ. നമ്മൾ പുകഞ്ഞ ഉള്ളി ഇവിടെ മൂലയ്ക്ക് എവിടെങ്കിലും ചുരുണ്ടു കൂടിക്കൊള്ളാവേ. എന്റെ ഭഗവാനെ, പിച്ചയാണെങ്കിലും അറിഞ്ഞേ കൊടുക്കാവുള്ളൂ എന്ന് കാരണവന്മാര് പറയുന്നത് നേരാ. അനുഭവം വന്നപ്പോഴാണേ പഠിച്ചത്. ഓ, എന്താ മുരളിയേട്ട ഇതൊക്കെ? നീ ഒന്ന് അടങ്ങ ശ്രുതി. അവിടുന്ന് എന്തായാലും ഇങ്ങ് വന്നല്ലോ, അതോർത്ത് നീ സമാധാനിക്കും. അമ്മ വല്ലതും കഴിച്ചു ശ്രുതി? ഇല്ലെന്നേ. എത്രയെന്ന് കരുതിയിട്ടാ നിർബന്ധിക്കുന്നേ? 3-4 തവണ വിളിച്ചിട്ടും പിള്ളേരെ പോലെ പിണങ്ങി മുഖം വീർപ്പിച്ചിരിക്കുക. ഇനി ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല. കഴിക്കാനുള്ള ടേബിളിൽ മൂടി വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോ വേണമെങ്കിൽ എടുത്ത് കഴിക്കട്ടെ. താനും കൂടി ഡെയ്സിയുടെ അപ്പുവിന്റെ ഭക്ഷണം പിടിച്ച് സംസാരിച്ചത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതാവും കാര്യം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി സത്യം സത്യമല്ലാതാവില്ലല്ലോ. ഉഫ്, അവിടെ നടന്നൊക്കെ ടീച്ചർ പറഞ്ഞത് കേട്ടപ്പോ നാണക്കേട് കൊണ്ടെന്റെ തൊലി ഉരിഞ്ഞുപോയി. അതും കാര്യമുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. അമ്മ അവിടുന്ന് വഴക്കിട്ടിറങ്ങിയത് ഡെയ്സിക്കും വലിയ വിഷമമായി. വേണമെങ്കിൽ സോറി പറയാന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഇമോഷണലായി. പാവം. അതിന് ടീച്ചർ എന്തിനാ സോറി പറയുന്നേ? നിസാരമായൊരു സംഭവം ഊതി വീർപ്പിച്ച് ഇത്രയും വഷളാക്കിയത് അമ്മയല്ലേ? എന്നിട്ട് നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെയാ അമ്മയുടെ ഭാവം. അപ്പു അങ്ങോട്ട് ചെല്ലുമെന്ന് അറിഞ്ഞപ്പോഴേ നമ്മളൊരു കലാപം പ്രതീക്ഷിച്ചതല്ലേ. പക്ഷെ അത് ആദ്യ ദിവസം തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഛേ, ഇതൊക്കെ ഇനി മാളും ജോബിനും അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എനിക്ക് അത് ആലോചിക്കുമ്പോഴാ ടെൻഷൻ. അമ്മ ടീച്ചറുടെ വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ജോബിനും അത് നിരുത്സാഹപ്പെടുത്തിയതാ. ആര് നിരുത്സാഹപ്പെടുത്തിയാലും തൻ്റെ അമ്മ മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കാതെ സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുപോട്ടെ, ഇനിയിപ്പോ അതേപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്തിരിക്കുന്ന നല്ലത്. എന്തായാലും ഡെയ്സി അപ്പു ഒന്നും ഇതൊന്നും ജോബിനെ മാളുവിനെ അറിയിക്കാൻ പോകുന്നില്ല. അവര് പറഞ്ഞില്ലെങ്കിൽ എന്താ, മാളു വിളിക്കുമ്പോ അമ്മ തന്നെ ഇതൊരു വലിയ സംഭവമാക്കി അവരോട് പറഞ്ഞോളൂ. അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത രീതിയിലായിരിക്കും പ്രസന്റേഷൻ. അതിനു മുമ്പ് മാളു വിളിക്കുമ്പോൾ താനായിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നതാണ് നല്ലത്. വെറുതെ അവരെ കൂടി ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ. പിന്നെ അപ്പുവിന്റെ കാര്യം താൻ ഡെയ്സിയോട് ചോദിച്ചോ? കുഴപ്പമൊന്നുമില്ലല്ലോ. പെയിൻ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പു കാരണം അമ്മ അവിടുന്ന് പിണങ്ങി ഇറങ്ങിയതിൽ അപ്പുവിനും വലിയ വിഷമമുണ്ടെന്ന്. അതൊന്നും അത്ര കാര്യമാക്കണമെന്ന് പറയാൻ പറഞ്ഞു ടീച്ചറോട്. ഒരു കണക്കിന് ഇതിങ്ങനെയൊക്കെ അവസാനിച്ചത് നന്നായി. ഇനിയിപ്പോ മാളുവിനെ കാണാൻ ഡെയ്സിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കത്തില്ലല്ലോ അമ്മ. അമ്മ ഇതൊന്നും അത്ര പെട്ടെന്ന് മറക്കൊന്നുമില്ല. മാളു തിരിച്ചെത്തുമ്പോ ഇനി അപ്പുവിനെതിരെ അവളെ കൂടി പറഞ്ഞ് ഇളക്കാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നിങ്ങൾ അമ്മയും മോളും തമ്മിൽ പിണങ്ങിയിരിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മ എന്തെങ്കിലും വാശിക്ക് പെരുമാറിയാലും താൻ അത് ഏറ്റുപിടിച്ച് പ്രശ്നം വലുതാക്കരുത്. ചിലപ്പോൾ ചെയ്തതല്പം കടന്നുപോയിന്ന് അമ്മയ്ക്കും തോന്നിയിട്ടുണ്ടാവും.
അങ്ങനെ തോന്നിയാലും അവരോട് ക്ഷമ ചോദിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ അമ്മയുടെ ദുരഭിമാനം സമ്മതിക്കില്ലല്ലോ. അതല്ലേ പ്രശ്നം. അതൊന്നും താൻ കാര്യമാക്കണ്ട. വെറുതെ വാശി കാണിക്കാതെ താൻ ഒന്നുകൂടി ചെന്ന് വിളിക്കേ. മരുന്ന് കഴിക്കാനുള്ളതല്ലേ. ഇനി അതിൻ്റെ കൂടെ ആഹാരം കൂടെ കഴിക്കാതിരുന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട. ഞാൻ ഇനി വിളിച്ച അമ്മയ്ക്ക് വാശി കൂടുകയുള്ളൂ. മുരളിയേട്ടൻ വന്നൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഇതൊന്നും അറിഞ്ഞതായിട്ട് അമ്മ അറിയണ്ട. താൻ തന്നെ പോയി വിളിച്ചാൽ മതി. അങ്ങാടി തോറ്റേന്ന് നമ്മൾ എന്ത് പിഴച്ചിട്ടാ? പോയി വിളിച്ചു നോക്കാം. പെറ്റമ്മയെ പട്ടിണി കിട്ടുന്നുള്ള പേരുദോഷം കേൾക്കണ്ടല്ലോ.